ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാമായ ജാഥാ നായകൻ സയ്യിദുൽ ഉലമാ തങ്ങൾ അവർകളെ, മറ്റ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഉലമാക്കന്മാരെ, ഉമറാക്കളെ, ജനപ്രതിനിധികളെ, സഹോദരന്മാരെ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ മജ്ലിസിനെ അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ ഒരു അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കുറഞ്ഞ വാക്കുകൾ കൊണ്ട് ഞാൻ പറയാൻ സാധിക്കുകയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഒരു ദിവസം എത്ര വട്ടം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്? എണ്ണിയാൽ ഒതുങ്ങാത്ത വട്ടം പ്രാർത്ഥിക്കുന്നുണ്ട്. നിർബന്ധമായും 17 വട്ടം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനാ ഈ പ്രാർത്ഥന? അത് അള്ളാഹു പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ച ഒരു പ്രാർത്ഥനയുമാണ്. ഇതിന്റെ അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിനാ നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുന്നത്? എന്തിനാ അത് പഠിപ്പിച്ചത്? അള്ളാഹു തആല എന്തിനാണ് ഈ പ്രാർത്ഥന നടത്താൻ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ മുമ്പിൽ ഒരുപാട് വഴികളുണ്ടാവും. നമ്മൾ ആ വഴികളിലേക്കൊക്കെ ആൾക്കാർ ക്ഷണിക്കും, അതിൻ്റെ ആൾക്കാർ ക്ഷണിക്കും. ആ സമയത്ത് വഴി മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പടച്ചവന്റെ രക്ഷ അതിനുണ്ടാവണം. അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ ആ വഴിയിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. ആ വഴിയാണ് സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ വഴി. മറ്റതൊക്കെ വളഞ്ഞ വഴികളാണ്, വളഞ്ഞ വഴികളാണ്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ സമുദായം തന്നെ പല പാർട്ടികളായിട്ട് ഭിന്നിക്കും, പല പാർട്ടികളായി ഭിന്നിക്കും. യഹൂദികൾ 71 ആയെങ്കിൽ, നസാറാക്കൾ 72 ആയെങ്കിൽ എന്റെ സമുദായം 73 ആകുമെന്ന് പറഞ്ഞു. എല്ലാവരും നരകത്തിലാണ്, അല്ലെങ്കിൽ എല്ലാവരും പേച്ചവരാണ്. ഒരു പാർട്ടി ഒഴികെ, ഒരു ഫിർഖത്ത് ഒഴികെ ബാക്കിയുള്ളവരൊക്കെ പേച്ചവരാണ്, നരകത്തിലാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അവരാരാണ് നബിയെ? അതായത് രക്ഷപ്പെടുന്നവരുടെ പാർട്ടി ഏതാണെന്നാ ചോദിച്ചത്. മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഇവിടെ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഒരു മാർഗം. ഞങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് ആ മാർഗം സ്വീകരിച്ച് ജീവിക്കുന്നവർക്കാണ് രക്ഷയുള്ളത്, ബാക്കിയുള്ളവരൊക്കെ മോശത്തിലാണ്. വളരെ വ്യക്തമാണ്. മാ അന അലൈഹി വസ്ഹാബി. റസൂൽ എങ്ങനെ ജീവിച്ചത്? സഹാബത്ത് എങ്ങനെ ജീവിച്ചത്? വഴി എന്താണ്? അത് കാന ഖുലുഖുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം, സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്നാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാണ്, മതമാണ് ഇസ്ലാം. അള്ളാഹു നമുക്ക് മനുഷ്യർക്ക് നൽകിയ ഒരു മതമാണ്, അതായത് ഒരു നിയമസംഹിതയാണ് ഇസ്ലാം. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നൊക്കെ വ്യവസ്ഥ ചെയ്യുന്ന ഒരു ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം. അതിൻ്റെ ആധാരമാണ് ഖുർആൻ. ആ ഖുർആൻ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല. അതിന് വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും വേണം. അതുകൊണ്ട് തന്നെയാണ് മറ്റും ഒരുപാട് ഗ്രന്ഥങ്ങൾ അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്, പ്രവാചകന്മാർക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഖുർആൻ അല്ലാത്ത തൗറാത്ത്, ഇഞ്ചീൽ പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതൊരു മൂസാ നബിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറയുന്നുണ്ട്, ഫഹലൈന അലക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, മൂസ ഇങ്ങോട്ട് കയറി വാ, ഈ പർവ്വത തായ്വരയിലേക്ക്, സീനാ തായ്വരയിലേക്ക് കയറി വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് തൗറാത്ത് എന്ന് പറയുന്ന പുസ്തകം ഒന്നിച്ചു കൊടുത്തു. ഇഞ്ചീലും അങ്ങനെ തന്നെയാ കൊടുത്തത്. ബാക്കിയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഒരൊറ്റ അടിക്ക് അങ്ങോട്ട് പ്രകാശം ചെയ്യുന്ന മാതിരി പ്രകാശം ചെയ്ത് അങ്ങ് കൊടുക്കായിരുന്നു. എന്നാൽ ഈ പരിശുദ്ധ ഖുർആൻ 23 കൊല്ലം കൊണ്ടാണ് ഇറങ്ങി തീർത്തത്. എന്തുകൊണ്ടാണ് അത് 23 കൊല്ലം എടുത്തത്? അത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. 40 വയസ്സിൽ പ്രവാചകത്വം ലഭിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63-ൽ വഫാത്താകുന്ന ആ ഇടവേളയാണ് 23 കൊല്ലം. അവിടെയൊക്കെ ഖുർആൻ വർഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഖുർആൻ വർഷിക്കുന്നതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച് ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുത്തു. നബിയുടെ അനുചരന്മാർ, സഹാബത്തെ കിറാം അതിനെയൊക്കെ പകർത്തിയെടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുത്തു. അത് സഹാബാക്കൾ പകർത്തി ഒപ്പിയെടുത്തു. ആ ജീവിതമാണ് മാ അന അലൈഹി വസ്ഹാബി എന്ന് പറയുന്നത്. ആ ജീവിതം തന്നെയാണ് സഹാബത്തിന്റെ കാലത്ത് ദീൻ കൊണ്ടുവന്ന സ്ഥലങ്ങളിലൊക്കെ ആ ജീവിതമാണ് നമുക്ക് പഠിപ്പിച്ചത്. കേരളത്തിലും ഇസ്ലാം വന്നത് നബിയുടെ കാലത്ത്, സഹാബത്തിന്റെ കാലത്താണ്. സഹാബത്തിന്റെ കാലത്ത് വന്ന ഇസ്ലാം ഏതായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചു കൊടുത്ത ഇസ്ലാം, സഹാബത്ത് പകർത്തിയ ഇസ്ലാം അത് തന്നെയാണ്. വേറെ അതിലൊന്നും കൂട്ടാനും ചേർക്കാനും
ആ തന്മയത്വമുള്ള ആ ഇസ്ലാം തന്നെയാണ് നമുക്ക് സഹാബത്ത് പരിചയപ്പെടുത്തി തന്നത്. അത് തന്നെയാണ് നമ്മൾ ഉൾക്കൊണ്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹാബത്തിൽ നിന്ന് പഠിച്ച ഇസ്ലാമാണ് കേരളത്തിലെ ഇസ്ലാം. ഇതല്ല അതിന്റെ ചുരുക്കം. പിന്നെന്തിനാ നമ്മൾ സംശയിക്കേണ്ട ആവശ്യം? അങ്ങനെ സഹാബത്ത് എന്താ പഠിപ്പിച്ചത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതമാണ് പഠിപ്പിച്ചത്. അത് തന്നെയാണ് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ 3 നൂറ്റാണ്ട്. എന്ന് എന്റെ നൂറ്റാണ്ട്, ശേഷമുള്ള 2 നൂറ്റാണ്ട്. ആ നൂറ്റാണ്ട് വളരെ പവിത്രമാണ്. അവിടെയുള്ള ആൾക്കാരല്ല, അവിടെയുള്ള പണ്ഡിതന്മാർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ വളരെ വളരെ ഭദ്രമാണ്. അത് വിശ്വാസയോഗ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, ഇവിടെ നമ്മൾ പ്രധാനമായി സ്വീകരിക്കുന്ന ഖുർആന്റെ തഫ്സീറുകൾ, അതേപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസുകൾ, അതുപോലെ തന്നെ ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നും കണ്ടുപിടിച്ചിരിക്കുന്ന ഫിഖ്ഹി മസലകൾ, ഇതൊക്കെ ക്രോഡീകരിക്കപ്പെട്ടത് ഈ 3 നൂറ്റാണ്ടിലാണ്. ആ മഹാന്മാരാണ്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കാൻ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഖൈറുൽ ഖുർആനായിരിക്കുന്ന നൂറ്റാണ്ടുകളിൽ എല്ലാം രചിക്കപ്പെട്ടിട്ടുണ്ട്. 4 മദ്ഹബുകൾ അന്നുണ്ടായിട്ടുണ്ട്. 4 മദ്ഹബ് പ്രസിദ്ധമായ മദ്ഹബുകളാണ്. ഇത്തരം വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആ ജീവിത രീതിയാണ് ഇസ്ലാം. അതെങ്ങനെയാണ്? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഅഹും ബിഹിസാൻ റളിയല്ലാഹു അൻഹും വറളു അൻ. അതാണ് അല്ലാഹു തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിയ, ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ ആളുകളാണ് മുഹാജിറുകളും അൻസാറുകളുമായ നബിയുടെ അനുചരന്മാർ, സഹാബാക്കൾ. അത് മാത്രമല്ല, സഹാബാക്കളെ കാലം കഴിഞ്ഞാലും ദീൻ നിലനിൽക്കണമല്ലോ. വല്ലദീന തബഅഹും ബിഹിസാൻ, നല്ല നിലക്ക് അവരെ അനുധാവനം ചെയ്തവർ. അങ്ങനെ കാലക്രമേണ ഓരോ കാലഘട്ടത്തിലും ഇസ്ലാമിലെ നിയമങ്ങളൊക്കെ പഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതിനനുസരിച്ച് കൊണ്ട് പിൻപറ്റി ജീവിക്കുന്ന ആ ജീവിതം, അതാണ് നമ്മുടെ ഇസ്ലാം. ആ ഇസ്ലാമാണ് നമ്മുടെ കേരളത്തിൽ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് പുറമെ ഒരു സംഘടന ഉണ്ടാക്കേണ്ടി വന്നില്ല, ഒരു സംഘടന വേണ്ടി വന്നില്ല. ഇസ്ലാം എന്ന പേരിൽ തന്നെയാണ് മുസ്ലിങ്ങളൊക്കെ അറിയപ്പെട്ടത്. വേറൊരു സംഘടന ആരുണ്ടാക്കിയിട്ടില്ല. എന്നാൽ 1922 ഇവിടെ വിഘടനവാദവുമായി ചില ആളുകൾ വന്നു, വഹാബികൾ വന്നു. അവർ നമ്മൾ ആചരിക്കുന്ന കാര്യങ്ങളൊക്കെ ശിർക്കാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പുറന്തള്ളാൻ ശ്രമിച്ചു. മുസ്ലിങ്ങളൊക്കെ ഈ സഹാബത്തിന്റെ മാർഗത്തിൽ കൂടെ ജീവിച്ചു വരുന്ന മുസ്ലിങ്ങളെ അവർ മുശ്രിക്കുകളാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നീട്ടി പറയുന്നില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കേണ്ടി വന്ന 1926 അതിന്റെ 100ാം വാർഷികത്തിലാണ് നമ്മളുള്ളത്. നമ്മളെന്താ ചെയ്യേണ്ടത്? അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് പറയുന്ന വല്ലദീന തബഅഹും ബിഹിസാൻ, ആ സഹാബത്ത് കൊണ്ടുവന്ന ദീനിനെ വളരെ വളരെ കണിശമായി കൊണ്ട് തന്നെ വളരെ ഒരു വ്യത്യാസവുമില്ലാത്ത രൂപത്തിൽ അതിനെ നമുക്ക് എത്തിച്ചു തന്ന ആ വഴിയെ സംബന്ധിച്ചാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. ഇതാണ് ചുരുക്കം. അപ്പൊ ആ വഴി ഇവിടെ വികലമാക്കിയപ്പോൾ ആ വികലതയൊക്കെ നീക്കിക്കൊണ്ട് ശുദ്ധമായ വഴി ഏതാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടത്. നമ്മളെ ഉലമാക്കന്മാർ, ആ ഉലമാക്കന്മാരാണ് അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികളായിട്ട് പ്രവർത്തിക്കേണ്ടവരും അവരാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നവരാണ്, അവരുടെ ഒരു കൂട്ടായ്മയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയുടെ അകത്തല്ലാതെ പുറത്ത് ആരും പോകരുത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ ഖുർആൻ കൽപ്പിച്ചു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നമ്മളുടെ കൽപ്പന അതാണ്. നമുക്കൊരു റൂട്ട് അള്ളാഹുവും റസൂലും തന്നെ സംവിധാനിച്ച് നമുക്ക് തന്നിട്ട് റൂട്ട്. ആ റൂട്ടിന്റെ കളത്തിൽ കൂടെ അല്ലാതെ നിങ്ങൾ കളത്തിൽ നിന്ന് പുറത്തു പോകരുത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് ഖുർആന്റെ നിർദ്ദേശം. അപ്പൊ ഈ കളം ഇതല്ലാതെ ഏതാണ് ഒരു മുസ്തഖീമായി നമുക്കുള്ളത്? സമസ്ത ഒഴിവാക്കിയാൽ, സമസ്തന്ന് പുറത്തു പോയാൽ എവിടെയാണ് നമുക്ക് പോകാനുള്ളത്? വഹാബീസോ മൗദൂദീസോ കബിലി ജമാഅത്തോ ഏതിലാ പോകാനുള്ളത്? ഒരിടവും ഇല്ല, ഒക്കെ പേച്ചതാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഈ വഴിയിൽ തന്നെ ഞങ്ങളെ വഴി നടത്തണം പഠിച്ചവനെ. വൈരിൽ മഗ്ലൂബി അലൈഹിം, മറ്റുള്ള മാർഗങ്ങളൊക്കെ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രീഭൂതവരായാണ്, പേച്ചവരുമാണ് എന്ന് പറയുന്നു. അപ്പൊ അവരുടെ വഴിയിലല്ലാതെ മുസ്തഖീമായ വഴിയിൽ ഞങ്ങളെ നീ നിലനിർത്തണം എന്നാണ് പ്രാർത്ഥന. ആ മുസ്തഖീമായ വഴി നിലനിർത്തുന്നവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിൽ നിന്ന് മാറിയാൽ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന കൽപ്പന നിരസിച്ചുകൊണ്ട് പുറത്തു ചാടിയവരാകും, ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോകും.
ഇതൊരു ഭംഗിവാക്ക് പറയല്ല, ഖുർആന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ തന്നെ പറയുന്നത്. ഈ വൃത്തത്തിൽ നിന്ന് നമ്മൾ പോയാൽ ഇവിടെ പോകാനുള്ള സ്ഥലം വഹാബിസം മൗദൂദിസം ഒക്കെയാണ്. നമുക്ക് പറ്റോ? അത് റസൂലിന്റെ മാർഗമാണോ സഹാബത്തിന്റെ മാർഗമാണോ? അല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏക മാർഗം ഈ ഒരു മാർഗമാണ്, സമസ്തയെ പിൻപറ്റലാണ്, അല്ലാത്ത ഒരു മാർഗം നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ വഴിയിൽ നിന്ന് ആരെങ്കിലും മാറി പിന്തിരിഞ്ഞ് മുഖം തിരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഈ ജീവിതത്തിൽ തന്നെ, ദുന്യവിയായ ജീവിതത്തിൽ തന്നെ കുടുസായ ജീവിതം നൽകുന്ന ഒരു മാനസികമായിട്ടൊരു സുഖം എനിക്കുണ്ടാവില്ല, സാമ്പത്തികമായിട്ടും സുഖം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ കുടുസായ ഒരു ജീവിതം ലഭിക്കാതിരിക്കണമെങ്കിൽ ഈ മാർഗത്തിൽ ജീവിച്ചു കൊള്ളണമെന്ന് ഖുർആന്റെ കൽപ്പനയാണ്. അതാണ് വലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അത് പുറത്തു പോയാൽ ഇസ്ലാം എന്ന് പുറത്തു പോകേണ്ടി വരും. ഈ ഒരു വഴിയാണ് നമ്മൾക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വേണ്ടത്, നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കും പലതും കാണും, പല വഴികളും കാണും. ആ വഴികളിലേക്കൊന്നും പോവരുത്. നമ്മുടെ വഴി വളരെ പരിശുദ്ധമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ നൽകിയ വഴിയാണ്. ആ വഴിയിൽ തന്നെ നമുക്ക് എന്താക്കേണ്ടി വരും, ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അല്ലാത്ത വഴികളൊക്കെ അടഞ്ഞ വഴികളാണ്, പറ്റാത്ത വഴികളാണ്. അങ്ങനെയുള്ള ഈ വഴിക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ തങ്ങൾ നയിക്കുന്ന ഈ ജാഥ അതൊരു വിളിയാളമാണ്. അടുത്ത ഫെബ്രുവരി മാസം 4 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ കുനിയയിൽ, കാസർകോട്ടെ കുനിയയിൽ നടക്കുന്ന ആ സമ്മേളനം, മഹാസമ്മേളനം ലോക സമ്മേളനമാണ്. ഇന്ത്യയുടെ സമ്മേളനമല്ല, കേരളത്തിന്റെ സമ്മേളനമല്ല, അന്താരാഷ്ട്ര സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ ഒഴുകിയെത്തും, എല്ലാവരും എത്തും. അവരെ നേരിട്ട് നിങ്ങളൊക്കെ ക്ഷണിക്കാൻ വേണ്ടിയാണ് തങ്ങൾ അവர்கள் തന്നെ ഈ ജാഥയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹത്തുള്ള ആഫിയത്തോടുകൂടെ ഈ സമുദായത്തെ എത്രയും കാലം നയിക്കാൻ മഹാനവറുകൾക്കും അതിന്റെ ഉലമാക്കൾക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സമയം ദീർഘിച്ചുകൊണ്ട് ഞാൻ ചുരുക്കിയാണ്. അർഹമുർ-റഹീമായ തമ്പുരാൻ നമ്മളൊക്കെ ഐക്യപ്പെട്ടുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി കൊണ്ട് വഅതസിമു ബിഹബിലില്ലാഹി ജമിയ, എല്ലാവരും ഈ സമസ്തയുടെ പാർശ്വം പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സയ്യിദുൽ ഉലമയുടെ